നമ്മുടെ എമഷൻ വണ്ടി ഇതാ എമഷൻ അടിച്ച് ഇങ്ങനെ പോവാണ്. നമ്മുടെ താറിങ് ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പേപ്പർ ഇതാ ഇങ്ങനെ വലിച്ച് പോവാണ്. ഈ കാണുന്ന റോഡൊക്കെ നമ്മളിതാ ഇന്നലെ ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മുടെ ശ്രീജിത്ത് ചേട്ടൻ ഇതാ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ തട്ടി പോകും. ഒന്നാമത്തെ ലോഡ് തട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീജിത്ത് ചേട്ടൻ്റെ വണ്ടി പേവറിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ഓരോ വണ്ടികളും ഇതാ വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വണ്ടി ഇവിടെ തട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശ്രീജിത്തേട്ടൻ്റെ വണ്ടി തട്ടി തുടങ്ങി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേവർ ഇതാ ഇത്രത്തോളം വലിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പേവർ ഇതാ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിറകിലായിട്ട് നമ്മുടെ റോളർ കൂട്ടന്മാരൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീജിത്താട്ടൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി നിശാന്തേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ നിശാന്തേട്ടൻ്റെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഊഴെത്തി. ഇനി നമ്മുടെ വണ്ടിയാണ് പേവറിൽ തട്ടേണ്ടത്. ഒന്നാമത്തെ പേവർ ഇതാ ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ പേവറിലോട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴേ നമ്മുടെ വണ്ടി ഇതാ തട്ടി തുടങ്ങി. നമ്മുടെ സൈറ്റിൽ താറിങ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 6 മണിക്കാണ്. നമ്മൾ ഓരോ പ്ലാന്റിലും 4:30 പണി തുടങ്ങും. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കൂളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അടുത്ത ലോഡ് വെക്കേണ്ടത് നമ്മുടെ മുരളിയേട്ടനാണ്. അപ്പോൾ മുരളിയേട്ടൻ്റെ വണ്ടി ഇതാ ഫ്രണ്ടിലായിട്ട് സെറ്റായി നിൽപ്പുണ്ട്. നമ്മൾ ലോഡ് തട്ടി ഇറങ്ങി കുമ്പള ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ടൗണൊക്കെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. ഇന്നും നമ്മുടെ ലോഡ് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്നാണ്. രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. കടകളൊന്നും തുറന്നില്ല. അപ്പോഴേ നമ്മൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ടുള്ള ഓട്ടത്തിലാണ്. ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മേഘങ്ങളെ തുളച്ച് വരുന്ന ഒരു സൂര്യൻ്റെ കാഴ്ച നമുക്ക് കാണാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ
പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ടൈലർ ലോറികളൊക്കെ ഇവിടെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റിലും ഒരേപോലെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ പ്ലാന്റിലോട്ട് സിമെന്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്ലാന്റിലും ഇപ്പോൾ സിമെന്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താറിങ് പ്ലാന്റിൽ നിർത്താതെയുള്ള ലോഡിങ് തന്നെയാണ്. അപ്പൊ നമുക്ക് മുന്നേ ലോഡ് തട്ടിയ വണ്ടികളൊക്കെ ഇതാ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ ടൈലറിന്റെ ബെഡുകളാണ്. 2 ബെഡുകൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയന്റെ JCB ഇതാ ഇവിടെ കിടപ്പുണ്ട്. ബക്കറ്റൊക്കെ കഴിച്ചു പണിയിലാണ്. ഇത് നമ്മുടെ പിണറായി ഉണ്ട് നടന്നു വരുന്നു. ഓ ചായ എന്ന് പറഞ്ഞാൽ മരിക്കും. അപ്പോൾ നമ്മുടെ പിണറായി നമ്മോട് ലോക്യം പോലും പറയാതെ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല പിടുത്തം പെട്ട പണിയാണ് കേട്ടോ. മൊത്തത്തിൽ സൂര്യൻ നല്ലോണം ഇതേ നല്ല കളർഫുള്ളായിട്ട് കിടക്കുകയാണ് മേഘങ്ങൾക്കിടയിൽ. അതുപോലെ തന്നെ നമ്മുടെ AC വെക്കത് അവിടെ കാര്യമായിട്ടുള്ള ലോഡിങ്ങിലാണ്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല പൂരിയുമുണ്ട്, അതുപോലെ തന്നെ നല്ല മസാലക്കറിയുമുണ്ട്. അതുപോലെ ഇതാണ് കേട്ടോ നമ്മുടെ മെസ്സ്. നമ്മുടെ ആശാരിയൊക്കെ ഇതാ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ 2ാമത്തെ ലോഡ് എടുത്തതാ കുമ്പള സ്റ്റാൻഡിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതാ തിരക്കുകൾ കൂടിക്കൂടി വരികയാണ്. ഇവിടെയൊക്കെ ബസ്സിന്റെ ഒരു പ്രവാഹം തന്നെയാണ്. അപ്പോൾ നമ്മുടെ താറിങ് എന്തായി എന്നറിയില്ല. നമ്മൾ ചായയൊക്കെ കുടിച്ച് 2ാമത്തെ ലോഡ് എടുത്ത് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ സൈറ്റിൽ എത്രത്തോളം എത്തി എന്നറിയില്ല. നമ്മുടെ മോർത്താന പ്ലാന്റിൽ നിന്നും മിക്സ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകളായി മാറുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കംപ്രസർ ഇതാ ഇവിടുന്ന് പൊടിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താറിങ് ഏതാണ്ട് കുമ്പള റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദൂരെയായിട്ട് നമ്മുടെ വണ്ടികളൊക്കെ ഇതാ ലോഡ് തട്ടിത്തുടങ്ങി. മൊത്തം നമ്മുടെ വർക്ക് ഇങ്ങനെ അടിച്ചു വിടുകയാണ്. ഡെയിലി ഇപ്പോൾ താറിങ്ങിന്റെ പരിപാടി തന്നെയാണ്. നമ്മുടെ ശ്രീജിത്ത് ചേട്ടൻ ഇതാ ലോഡ് തട്ടിപ്പോയി. ഇനിയിപ്പോ വേറെ വണ്ടികളൊന്നുമില്ല, എല്ലാ വണ്ടിയും തട്ടി. ഇനിയിപ്പോ നമ്മളെ വണ്ടി തന്നെ വെക്കണം. നമ്മുടെ അജയ് ചേട്ടൻ എന്താ ഫ്രണ്ടിലായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ലോഡ് തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഫ്രണ്ടിലായിട്ട് ലോഡ് തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ പിടുത്തം വിട്ട വർക്കിലാണ് കേട്ടോ. പയ്യന്മാരൊക്കെ നല്ല പിടുത്തം വിട്ട പണിയിലാണ്. നല്ല ചൂട് താരത ഉരുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേവറിന്റെ മുകളിൽ നമ്മുടെ ഒരു പയ്യ നിൽപ്പുണ്ട്. ഒന്നും പറയാനില്ല, നല്ല വെയിൽ വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്. നമ്മുടെ അവസാന ലോഡ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ലോഡ് കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്മാരൊക്കെ ഇവിടെ ഇതാണ് കേട്ടോ. നമ്മുടെ ലോഡ് കഴിഞ്ഞു. ഇന്നിനിപ്പോ 3ാമത്തെ ലോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ശ്രീജയ ചേട്ടൻ
വണ്ടിയിലോട്ടൊന്നും അറിയില്ല. അപ്പൊ ആശാൻ ഇതാ കുറെ കാലത്തിന് ശേഷം ഇന്ന് നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി, അടുത്ത വണ്ടി ഇതാ ലോഡ് കയറ്റി എത്തിയിട്ടുണ്ട്. നമ്മുടെ മഹേഷ് ചേട്ടന്റെ വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി വണ്ടി ഇസൂസുത അവിടെ നിർത്തിയിട്ടുണ്ട്. അഭിയേട്ടന്റെ വണ്ടിയാണത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളിലാണ്. നമ്മുടെ കുമ്പള ടൗണ് വീണ്ടും തിരക്കായി വരുന്നുണ്ട്. അത്യാവശ്യം സമയം ഇപ്പൊ ഏതാണ്ട് 9 മണിയോട് അടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ബസ്സും കാര്യങ്ങളൊക്കെ ഇതാ വന്ന് കിടപ്പുണ്ട്. ഓരോരോ കടകളായിട്ട് തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതാ അവിടുത്തെ ഒരു പോലീസ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ കുമ്പള ടൗണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. ഏകദേശം ഒരു 9 മണിയുള്ള ആ സമയത്ത് ഇവിടെ തിരക്ക് നന്നേ കുറവാണ്. നമ്മളെ റെഡി മിക്സ് വണ്ടി അതാ ഇങ്ങനെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയോ കാര്യമായിട്ടുള്ള കോൺക്രീറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 3ാമത്തെ ലോഡുമായിട്ട് നേരെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലാന്റിൽ നിന്ന്, അതായത് നായിക്കാപ്പിൽ നിന്ന് കുമ്പളേക്ക് പോകുന്ന റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡാണ്. നമ്മൾ ലോഡുമായി സൈറ്റിലെത്തി. ഇപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഫ്രണ്ടിലിതാ നമ്മുടെ കുമ്പള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. അപ്പോൾ നേരെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ താറിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ 2-3 വണ്ടികൾ വന്ന് ഇവിടെ കിടപ്പുണ്ട്. അപ്പോഴേ നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറി നിൽക്കാൻ എവിടെയും മരങ്ങളും തണലും ഒന്നുമില്ല. എവിടെ നോക്കിയാലും ചുട്ടുപഴുത്ത റോഡ് മാത്രം. അപ്പോൾ ഇതാ കിട്ടിയ ചെറിയൊരു തണലത്ത് വെച്ച് അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തണലൊന്നും പറയാനില്ല, ചെറിയൊരു ചൂടില്ലാത്ത സ്ഥലം. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ഏരിയയിൽ ഇതാ എമഷൻ അടിച്ചു ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം പശയാണ്. നമുക്ക് നടക്കുമ്പോൾ തന്നെ കാലൊട്ടിപ്പിടിക്കും, അതേമാതിരിയുള്ള പശയാണ്. നമ്മുടെ വണ്ടി ഇതാ ദൂരെയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ബിജുവാടൻ്റെ വണ്ടി പേവറിലോട്ട് തട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പണി തുടങ്ങിയില്ല. നമ്മുടെ സർവീസ് റോഡും മെയിൻ റോഡുമായിട്ട് ഒരുപാട് ഹൈറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അതാ ഇത്രത്തോളം ഹൈറ്റിലാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. അപ്പോൾ ഓട്ടോ ഒക്കെ നമുക്ക് ചെറിയൊരു തീപ്പെട്ടി കൂട് പോലെയുള്ളൂ. നമ്മുടെ മോർത്താന പ്ലാന്റിൽ നിന്നും ലോഡ് ചെയ്ത വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് വളക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് റിവേഴ്സ് പോയിട്ട് വേണം നമ്മുടെ പേവറിലോട്ട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തട്ടി തുടങ്ങിയിട്ടില്ല. വർക്കേഴ്സൊന്നും ഫുഡൊക്കെ കഴിച്ച് എത്തിയില്ല. നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ 2 വണ്ടികളാണിപ്പോൾ, 2 അല്ല 3 വണ്ടികളാണിപ്പോൾ നമ്മുടെ മോർത്താന പ്ലാനിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങി. നമ്മുടെ പ്രജിലാട്ടുള്ള സൈഡിൽ നിൽപ്പുണ്ട്. നേരെ ഫ്രണ്ടിൽ നമ്മുടെ 1ാമത്തെ പേപ്പർ വലിച്ചു പോകുന്നുണ്ട്. ചൂട് നല്ല പോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല പിടുത്തം വിട്ട ചൂടാണ്. കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി നേരെ ഫ്രണ്ടിലായിട്ട് തട്ടിക്കഴിഞ്ഞു. നമ്മുടെ 2 പേപ്പറുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. തൊട്ടടുത്തായിട്ട് ഇങ്ങനെ തട്ടി പോവാണ്. നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഓരോ വണ്ടിയും ലോഡുമായി വന്ന് നിൽപ്പുണ്ട്.
വീണ്ടും എവിടെ എത്തി, നമ്മുടെ പ്ലാന്റിലെത്തി. പക്ഷെങ്കിൽ നമുക്കിപ്പോൾ മിക്സ് എടുക്കാൻ പറ്റില്ല. ഇതേ ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ പെൻഡിങ്ങിലാണ്. നമ്മുടെ പ്ലാന്റിൽ ചെറിയൊരു മെയിൻ്റനൻസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മിക്സ് എടുക്കാൻ പറ്റുള്ളൂ. അതാ ഓരോ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ മുടിയൻ്റെ JCB ഇതാ ഫ്രണ്ട് ലോഡറും ഇല്ല, ബാക്കിലത്തെ ബക്കറ്റും ഇല്ല, എല്ലാം പണിയിലാണ്. ഇതാ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് ലോഡറൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ പണിയിലാണ്. അതെ, നമ്മളിപ്പോ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ പ്ലാന്റിന് എന്തോ ചെറിയ കംപ്ലൈന്റ് വന്നു. അപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്നത് എവിടേക്കാണ്? മോർത്താന പ്ലാന്റിലാണ്. നമ്മുടെ ശ്രീജേഷേട്ടനല്ല, ആള് മാറി. നമ്മുടെ ശ്രീജേഷേട്ടൻ നാട്ടിൽ പോയി. ഇപ്പൊ നമ്മുടെ ഡ്രൈവർ ഇതാ നിതിൻ CV ആണ്. ഇപ്പോ നിതിൻ CV ഇതാ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ഇപ്പൊ കുമ്പളേക്കാണ്. കുമ്പള പോയി അവിടുന്ന് നേരെ നമ്മുടെ മോർത്താന പ്ലാന്റിലോട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. ഉച്ചക്ക് ശേഷം നല്ല തീ പറക്കണ വെയിലാണ്. എന്താണ് ഇത്? സാമ്പാറും ചോറൊക്കെ. നല്ല സാമ്പാറും ചോറൊക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ മെസ്സില്. അപ്പൊ അടിപൊളിയായിട്ട് ഫില്ലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ നല്ല ചൂടത്ത് നല്ലൊരു AC-നകത്ത് പോകുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. കണ്ടോ, പുറമേയുള്ള വെയില് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെളിച്ചമുണ്ട്, അതേമാതിരി ചൂടുമാണ്. പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് നല്ല ചില്ലായിട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിതാ നമ്മുടെ റെഡി മിക്സ് വണ്ടി ചറവറ പോകുന്നുണ്ട്. നമ്മുടെ നിതിൻ CV അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മള് കുമ്പള എത്തി. ഇതാ നമ്മുടെ താറിങ് ഇതാ കുമ്പള വിടിയായിട്ട് എത്തിയിട്ടുണ്ട്. ഇത്രത്തോളം എത്തി. നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് സാധനം വന്നില്ല, കംപ്ലൈന്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മോർത്താന പ്ലാന്റിൽ നിന്ന് ഒരുപാട് ലോഡ് വന്നിരുന്നു. അപ്പോൾ താറിങ് ഏതാണ്ട് ഇത്രത്തോളം എത്തി. ഇനിയിപ്പോൾ കഴിയാറായി. നമ്മൾ ചിലപ്പോഴേ മിക്സ് എടുക്കേണ്ട ആവശ്യമുണ്ടാവും. നമ്മളെന്തായാലും മോർത്താന പ്ലാന്റിലോട്ട് പോകുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ മിക്സ് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും, GSB ഉണ്ട് അല്ലേ, ഇല്ലെങ്കിൽ GSBന്റെ പരിപാടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടം വരെ ഉണ്ട്. നമ്മള് നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മിക്സും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വേറെന്താ വർക്ക് എന്നറിയില്ല. നമ്മുടെ സനലാട്ടെന്താ നമ്മുടെ JCB ഇവിടുന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം വെള്ളമൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ JCB മൊത്തം കുളിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ലോഡറിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ അടിച്ച് നല്ല കളർഫുള്ളാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടി. നമ്മുടെ ഷിജിലാണിപ്പോൾ വണ്ടി മൊത്തം പൊടിയൊക്കെ പോക്കി നല്ലോണം വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം നമ്മുടെ പ്ലാന്റിലായിട്ട് ഇതാ ഇങ്ങനെ ഇഷ്ടം പോലെ ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലോഡറിന് ഇവിടെ ഇതാ മൊത്തം കുളിപ്പിച്ച് കളർഫുള്ളാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുനിയാടൻ്റെ വണ്ടിയാണ്. ഷിജിലാണിപ്പോൾ വണ്ടി മൊത്തത്തിൽ കഴുകി അതന്നെ കഴുകി വൃത്തിയാക്കിയത്. തൊട്ടടുത്തായിട്ട് നമ്മുടെ ലിബിനി ഇവിടെ നിൽപ്പുണ്ട്. ഇവനാണ് നമ്മുടെ സ്റ്റോക്ക് കീപ്പർ. മൊത്തം സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇവനാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് വേറെ ലോഡൊന്നും വന്നില്ല. ഷിജില ഇവിടെയൊക്കെ ഇതാ പൊടിപാറുന്ന ഏരിയയൊക്കെ മൊത്തം വെള്ളമടിച്ച് ക്ലിയർ ആക്കുകയാണ് കേട്ടോ. നമുക്ക് ലോഡ് കിട്ടി. നമുക്ക് ഒരു GSBയുടെ ലോഡ് കിട്ടിയിട്ടുണ്ട്. ഞാനും നിതിൻ CBയും കൂടി നേരെ ലോഡ് തട്ടാനായി മഞ്ചേശ്വരമാണ് പോകുന്നത് കേട്ടോ. മഞ്ചേശ്വരത്തേക്ക് നമുക്കൊരു ലോഡ് തട്ടാനുള്ള ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ തട്ടണം. നമ്മുടെ സൈഡിലുള്ള ഇന്റർലോക്കിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള GSB ആണ്. അപ്പോൾ അതവിടെ തട്ടിയിട്ട് നേരെ അടുത്ത പരിപാടി എണ്ണ അടിക്കാൻ പോകണം അല്ലേ. വണ്ടിയിൽ എണ്ണ കുറവാണ്, നേരെ എണ്ണ അടിക്കണം. നമ്മൾ നേരെ ഒസങ്കടിയായിട്ട്
എത്താൻ പോവാണ്. ഹൊസങ്കടി എത്തും മുമ്പിട്ടുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സൂര്യനെല്ലാം നല്ല തീവ്രമായിട്ട് തന്നെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. സമയം ഇപ്പം ഏതാണ്ട് ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ വേസ്റ്റൊക്കെ മൊത്തം നമ്മുടെ ഹരിത സേന വന്നിട്ട് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എല്ലാം ചാക്കിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊന്നും ഒരു തരി പോലും വേസ്റ്റ് ഇപ്പില്ല, എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മള് പോയി ഹൊസങ്കടി ടൗണിലായിട്ട് എത്തിയിട്ടുണ്ടേ. നമ്മളിപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇതാണ് അവസ്ഥ. ടൗണിലേക്ക് വരുമ്പോൾ 2 സൈഡിൽ നിന്നും വണ്ടി വന്ന് മൊത്തം ബ്ലോക്ക് ആവുന്നുണ്ട്. അതേപോലെ നമ്മുടെ മെയിൻ റോഡ് ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. മൊത്തം ലൈനൊക്കെ വരഞ്ഞ് ഹൊസങ്കടിയൊക്കെ മൊത്തം പണി കഴിഞ്ഞാണ് കേട്ടോ. നമ്മുടെ മെയിൻ റോഡിന്റെ പണിയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സർവീസ് റോഡിന്റെ കുറച്ച് ടാറിംഗ് ഒക്കെ ഇനി ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ വർക്കെല്ലാം ഇനി ചെയ്യണം. അപ്പൊ നമ്മള് നേരെ മഞ്ചേശ്വരത്തോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ ഇതാ ഇന്റർലോക്കിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ JCB ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ സർവീസ് റോഡിൽ കൂടെ ഇതാ ഇങ്ങനെ കീറി മുറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൽ മൊത്തം ലൈനൊക്കെ വരഞ്ഞു നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലോഡ് തട്ടേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു വണ്ടി ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിതാ പമ്പിലെത്തി കേട്ടോ. അപ്പൊ നമ്മുടെ മുന്നേ തട്ടിപ്പോയ മഹേഷ് ചേട്ടന്റെ വണ്ടി ഇവിടുന്ന് എണ്ണയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് എണ്ണയടിക്കാൻ. അപ്പോഴേ നമ്മള് ഡീസലൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ടേ. നമ്മുടെ തുമിനാടുള്ള FOV ഫോട്ടോർ ബ്രിഡ്ജ് ഇതാ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ നമ്മള് നേരെ നമ്മുടെ 6 വരിപ്പാതയുടെ സ്റ്റാർട്ടിംഗ് ആയ തലപ്പാടി ഭാഗത്തു കൂടിയാണ് ഇപ്പൊ പോകുന്നത്. തലപ്പാടി നിന്ന് നേരെ കുഞ്ചത്തൂർ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ.